പൊക്കിൾക്കൊടി എന്ന് പറയുന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടും പ്ലാസിനൽ സർക്കുലേഷൻ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ അത് ഹീൽ ചെയ്ത് സ്കിൻ വന്ന് നികന്നു പോകുന്നതാണ്. അവിടെ വെള്ളം കെട്ടി നിൽക്കാനോ അകത്തേക്ക് വെള്ളം പോകാനോ ഉള്ള യാതൊരു വഴിയും ഇല്ല. ഈ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള മസിൽസ് കുറച്ച് വീക്കാണ്. ആ വീക്ക്നെസ്സിലൂടെ കുടൽ പുറത്തേക്ക് പൊന്തി വരുന്നതാണ് കുഞ്ഞ് പ്രയോഗം നടത്തുമ്പോഴും കരയുമ്പോഴും ഇങ്ങനെ പൊക്കിൾ വീർത്ത് വരുന്നത്. അതൊരു ചെറിയ സ്വെല്ലിംഗ് പോലെ കാണുകയും ചെയ്യുന്നു. ഇത് കുഞ്ഞ് വളർന്ന് വലുതാവുന്നതിനനുസൃതമായി മസിൽസ് ശക്തിയാകുമ്പോൾ ഇതങ്ങ് നികന്നു പോകുകയും ഈ കുടൽ പുറത്തേക്ക് പൊങ്ങി വരുന്ന ആ ഒരു സ്വെല്ലിംഗ് തനിയെ കുറഞ്ഞു പോവുകയും ചെയ്യുന്നതാണ്. ഏകദേശം 5 മുതൽ 6 മാസമായി കുഞ്ഞ് കമന്ന് വീണ് കഴിയുമ്പം ഇത് തന്നെ പോകുന്നതാണ്. ചില കുഞ്ഞുങ്ങളിൽ മാത്രം ഇത് പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് മസിൽ സ്ട്രെങ്തനിങ്ങിന് വേണ്ട കാര്യങ്ങൾ, അതായത് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ വേണ്ടി വരികയും ചെയ്യുന്നുള്ളൂ. പലരുടെയും മിഥ്യാധാരണ വെള്ളം പോയിട്ടാണ്, ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എന്ന്. അത് പണ്ടത്തെ കാലത്ത് വെള്ളം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു വെക്കാനൊക്കെ ഉള്ള കൺസെപ്ഷൻസ് ഉണ്ട്. ഇത് പ്രോപ്പർ സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഇല്ലാത്തത് കൊണ്ടുള്ള മിഥ്യാധാരണയാണ്. അവിടെ വെള്ളം പോകുകയുമില്ല, വെള്ളം കിട്ടി നിൽക്കാനുള്ള സ്ഥലവുമില്ല. അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കേണ്ട. കുഞ്ഞു വലുതാകുമ്പോൾ ഇത് തനിയെ പോകുന്നതാണ്.